സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇന്നും നാളെയും ശുചീകരണ യജ്ഞം നടത്തുമെന്ന് അലക്സ് റാം മുഹമ്മദ് അറിയിക്കുന്നു. അലക്സ് റാം മുഹമ്മദ് തത്സമയം ചേരുന്നു. മോർണിംഗ് ഷോയിൽ ഗുഡ് മോർണിംഗ് അലക്സ് റാം മുഹമ്മദ്. എന്തൊക്കെയാണ് കാലാവസ്ഥാ പ്രവചനം? നമ്മുടെ എവിടെയൊക്കെയാണ് ജാഗ്രത പാലിക്കേണ്ടത്? ഇടുക്കിയിലൊക്കെ സ്ഥിതി നിയന്ത്രണ വിധേയമാണോ? എസ്കെൻ, കനത്ത മഴയ്ക്ക് സാധ്യത സംസ്ഥാനത്തുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അടുത്ത 4 ദിവസം സംസ്ഥാനത്ത് മഴ കനക്കും. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത പോലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എസ്കെൻ. അതിൽ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഓറഞ്ച് അലർട്ട് എന്നാൽ നമുക്കറിയാം അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പാണ്. 11 മുതൽ 20-21 സെൻറ്റിമീറ്റർ വരെ മഴ ഈ ജില്ലകളിൽ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഓറഞ്ച് അലേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ മുന്നറിയിപ്പുള്ളത്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നാളെയും നൽകിയിട്ടുണ്ടെന്നുള്ളതാണ്. അതുപോലെ 10 ജില്ലകളിൽ നാളെ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസമാകട്ടെ, അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാകട്ടെ 14 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലെല്ലാം ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുകയാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ. ഇതിലേറ്റവും പ്രധാനം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് സ്കേൻ, ഈ തെക്കൻ തമിഴ്നാട് തീരത്തിന് സമീപം ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ സ്വാധീനത്തിൽ കേരളത്തിലേക്കുള്ള ഈ തെക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതാണ് ഈ മഴ ഇത്ര സജീവമാകാൻ കാരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. കാലാവസ്ഥാ വകുപ്പിൻ്റെ തന്നെ പ്രവചനം അനുസരിച്ച് കാലവർഷം മെയ് 31 കൂടിയേ കേരളത്തിൽ എത്തിച്ചേരൂ എന്നാണ് അവർ പ്രവചിക്കുന്നത്. 4 ദിവസം മുന്നോട്ടോ പിന്നോട്ടോ വരാം, അത് ആ പ്രവചനത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. എന്നാലും അവർ പ്രവചിക്കുന്ന ദിവസം 31. പക്ഷേ അതിനു മുമ്പേ തന്നെ വേനൽ മഴ ഇത്ര കണ്ട് സജീവമാകുന്നു, ശക്തമാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മലയോര മേഖല, പ്രത്യേകിച്ച് ഇടുക്കി മേഖല, അതുപോലെ തിരുവനന്തപുരം, കോട്ടയത്തിൻ്റെ ചില മേഖലകൾ, പൂഞ്ഞാറിലെ ചില മേഖലകളിലൊക്കെ ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലടക്കം ലഭിച്ചിട്ടുള്ളത്. ഇടുക്കിയിൽ അടക്കം, അതായത് മലയോര ജില്ലകളിലും മലയോര മേഖലകളിലടക്കം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമുള്ള ശക്തമായ കാറ്റും ഇടിമിന്നലോടും കൂടിയ മഴയുമാണ് ഈ മഴയുടെ ഒരു സ്വഭാവം. അങ്ങനത്തെ മഴ ഇന്നും തുടരും. പ്രത്യേകിച്ച് മലയോര ജില്ലകളിലും മലയോര മേഖലകളിലും തുടരും. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മുന്നറിയിപ്പുള്ളത് തീരവുമായി ബന്ധപ്പെട്ടാണ് സ്കേൻ. കേരള തീരത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ടെന്നുള്ളതാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും കടലിൽ സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന കർശന നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും നൽകുന്നുണ്ട്. ഒപ്പം കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത നിലനിൽക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഈ ദിവസങ്ങളിൽ. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇന്നും നാളെയുമായി അതൊരു ശുചീകരണ യജ്ഞമായി നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ജനകീയ ശുചീകരണമായാണ് നടത്തുന്നത്. ജനകീയ പങ്കാളിത്തത്തോടുകൂടി സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും ആ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും ഇന്നും നാളെയുമായി എന്നാണ് തദ്ദേശ വകുപ്പ് മന്ത്രിയും മറ്റു വകുപ്പ് മന്ത്രിമാരും വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് പകർച്ചവ്യാധികൾ പടരാനുള്ളൊരു സാധ്യത ഈ ഘട്ടത്തിൽ കൂടുതലാണെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നുണ്ട്. ജൂലൈ മാസത്തോടെ ഡെങ്കിപ്പനി വ്യാപനം ഉണ്ടാകുമെന്ന് ആരോഗ്യവകുപ്പ് മുൻകൂട്ടി കാണുന്നുണ്ട്. അത് മുൻകൂട്ടി തടയുന്നതിന് വേണ്ടി ഈ 2 ദിവസത്തെ ശുചീകരണ പ്രവർത്തനവും മറ്റുമെല്ലാം കൃത്യമായി നടപ്പിലാക്കണമെന്ന് ആരോഗ്യവകുപ്പ് കാണുന്നുണ്ട്. അതല്ലെങ്കിൽ എലിപ്പനി, ഡെങ്കിപ്പനി വ്യാപനം സംസ്ഥാനത്തുണ്ടാകും എന്ന മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. ഇതിലേറ്റവും പ്രധാനം ജനകീയ പങ്കാളിത്തത്തോടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കും. ഓടകളടക്കം അതിൻ്റെ സുഗമമായ ഒഴുക്ക് അത് കൃത്യമാക്കേണ്ടതുണ്ട് എന്ന് വിലയിരുത്തുന്നുണ്ട്. എന്താണെങ്കിലും മഴ അടുത്ത ദിവസങ്ങളിലും കനക്കും. ആ മുന്നറിയിപ്പ് ജനങ്ങൾ കൃത്യമായി തന്നെ പാലിക്കണം. ജനങ്ങൾ അല്പം കരുതിയിരിക്കേണ്ട ഒരു സമയം കൂടിയാണ് വരുന്ന ദിവസങ്ങളിൽ. ഓക്കെ, താങ്ക് യു അലക്സ് റാം മുഹമ്മദ്.